ദൈവത്തിൻ്റെ നാമം ഇപ്പോഴും എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗരുഷ്യൻ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് സകലവിധമായ നന്മകൾ നേരുന്നു. 16-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പറയുന്നത് ഭവിക്കും എന്ന് 2 ദിവസം മുമ്പ് നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പറയണം എന്ന് ധ്യാനിച്ചു. എബ്രായർ 13-ലും സങ്കീർത്തനം 27-ലുമാണ് ഈ ചിന്തകളുടെ വേര് കിടക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ള കാര്യമാണ്. സങ്കീർത്തനം 16:2, ഞാൻ കർത്താവിനോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. ഞാൻ യഹോവയോട്, അങ്ങാണ് എൻ്റെ കർത്താവ്, അവിടുന്ന് ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറഞ്ഞു. ഐ സേ ടു ദ ലോർഡ്, യു ആർ മൈ ലോർഡ്, വിതൗട്ട് യു ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ദാറ്റ് ഈസ് ഗുഡ്. ഇത് എന്ന് പറയണം, എപ്പോൾ പറയണം, ആര് പറയണം? ഇത് എന്നും പറയണം, ഇത് എപ്പോഴും പറയണം, എല്ലാവരും പറയണം. പറഞ്ഞാൽ പറയുന്നവർക്ക് നല്ലതാണ്. അത് നമ്മെ തന്നെ നാം ധൈര്യപ്പെടുത്തുകയാണ്. 2, ദൈവത്തിന് നമ്മിൽ പ്രസാദം തോന്നുകയാണ്. ദൈവത്തിന് നമ്മളെ കൈവിടാൻ മേലാത്ത ഒരു ലോക്കാണത്. ഞാൻ യഹോവയോട് പറഞ്ഞു, നീ എൻ്റെ കർത്താവാണ്, യു ആർ മൈ ലോർഡ്. അതോടുകൂടെ ദൈവത്തിന് നമ്മളെ കുടഞ്ഞു കളയാൻ പറ്റില്ല. നാം നമ്മെ തന്നെ ധൈര്യപ്പെടുത്തുന്നു. നാം ദൈവത്തെ നമ്മുടെ വിഷയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നു. ലോക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് ദുർവ്യാഖ്യാനമായി പോകും. 3, പിശാച് ഒരു 12 അടി മാറി നിന്ന് നോക്കും. എന്താ ഇവൻ പറഞ്ഞത്? ജീസസ് ഈസ് മൈ ലോർഡ്. അപ്പോഴേ സാധാരണ മനസ്സിലായി, ഇവൻ്റെ അടുത്ത് നമ്മുടെ അഭ്യാസം നടക്കത്തില്ല. നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. രാവിലെ എഴുന്നേറ്റിട്ട് പറയാം, വൈകുന്നേരം പറയാം, ഉച്ചയ്ക്ക് പറയാം, യാത്ര ചെയ്യുമ്പം പറയാം, കിടക്കുമ്പം പറയാം, എഴുന്നേൽക്കുമ്പം പറയാം. പറഞ്ഞുകൊണ്ടേയിരിക്കാവുന്നൊരു വാക്കാണ് ലോർഡ് ജീസസ്, യു ആർ മൈ ലോർഡ്. 2-മത് എന്ത് പറയണം? വിതൗട്ട് യു ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ദാറ്റ് ഈസ് ഗുഡ്. അതായത് നല്ലതായിട്ടൊന്നും എനിക്കില്ല നീ ഒഴികെ. എന്നാൽ നീ ഉണ്ടെങ്കിൽ എല്ലാം നല്ലതായി മാറും. ഇങ്ങനെ പറഞ്ഞു നോക്കുന്നേ. ഇങ്ങനെ പറഞ്ഞാൽ എന്നാ കുഴപ്പം? ഈ പറഞ്ഞത് കൊണ്ടൊരു കുഴപ്പം ഏതായാലും ഇല്ലല്ലോ. പക്ഷെ പറഞ്ഞതുകൊണ്ട് നന്മയുണ്ട്. നിങ്ങൾ ആൾ മാറിപ്പോകും കേട്ടോ. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലവും അപ്പൻ്റെ സ്വഭാവവും ഒന്നും തന്നെ പിന്തുടരുകയല്ല. നീ ഈ ബിബ്ലിക്കൽ നേച്ചറിലോട്ട് വരണം. ചിലരോട് ഞാൻ പറഞ്ഞു മടുത്തിട്ടുണ്ട്. അവരാ പഴയ നെഗറ്റീവാ പറയുന്നു. എൻ്റെ ദൈവമേ, ഒരു മാറ്റത്തിനായിട്ട് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ.